നമസ്കാരം. 1981 മലയാള സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും മികച്ച തുടക്കം കുറിച്ചതിന് ശേഷം വില്ലനായും സഹനടനായും മോഹൻലാൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നൊരു വർഷമായിരുന്നു 1982. സഹനടനായി വന്ന് വില്ലനായി മമ്മൂട്ടി നമ്മളെ ഞെട്ടിച്ച വർഷം കൂടിയായിരുന്നു അത്. ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഒന്നാമതെത്തിയത് പ്രേം നസീർ നായകനായ ബിഗ് ബഡ്ജറ്റ് ചിത്രം പടയോട്ടം എന്ന സിനിമയായിരുന്നു. ആ സിനിമയിൽ കമ്മാരൻ എന്ന കൊടും വില്ലനെ അവതരിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ മകനായ കണ്ണൻ എന്ന യുവാവിനെ അവതരിപ്പിച്ചുകൊണ്ട് മോഹൻലാലും മലയാള സിനിമയിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചിത്രത്തിന്റെ ഭാഗമായി മാറി. അതൊരു തുടക്കമായിരുന്നു. അഭിനയ പ്രാധാന്യമുള്ള ഒട്ടനവധി വേഷങ്ങളിലൂടെ മോഹൻലാൽ ഭാവിയുടെ വാഗ്ദാനമാണ് താനെന്ന് വീണ്ടും തെളിയിച്ചപ്പോൾ KG ജോർജിന്റെ യവനിക പോലുള്ള മാസ്റ്റർ ക്ലാസ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മമ്മൂട്ടി ഒരു ഹീറോ മെറ്റീരിയലാണ് താനെന്ന് വീണ്ടും തെളിയിച്ചു. എന്നാൽ ആദ്യമായി തിയേറ്റർ യുദ്ധരംഗത്ത് മമ്മൂട്ടിയും മോഹൻലാലും നേർക്കുനേർ വന്ന വർഷം 1983 ആയിരുന്നു. താരരാജാക്കന്മാരുടെ വളർച്ചയുടെയും തിയേറ്റർ യുദ്ധങ്ങളുടെയും കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്.